എലിസബത്ത് സാക്ഷിയാകുന്നത് തോക്കുണ്ട് എന്നുള്ളതിന്റെ. അല്ലാതെ ഈ ഇൻസിഡന്റ് ഇവിടെ നടന്നതിനെ പറ്റി സാക്ഷിയൊന്നുമില്ല. മറ്റേ ജിമ്മ് ട്രെയിനറും പിന്നെ ഒരു ലോക്കൽ പയ്യനുണ്ട്, അതെന്തോ ഗുണ്ട സെറ്റപ്പ് ഉള്ളവനാന്ന് പറയുന്നത്. ആ 3 പേരാണ് ഇതിനകത്തുണ്ടാകുന്നത്. ആറാട്ടന്റെ വീഡിയോയിൽ ആറാട്ടനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തോക്കി വിട്ടു. ആറാട്ടന്റെ വാക്ക് നിയമത്തിന്റെ മുന്നിൽ അതല്ല, ആറാട്ടന്റെ നിയമത്തിന്റെ മുന്നിൽ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ സപ്ലൈഡ് വേറെ സാധനം ഉണ്ട് അതിനകത്ത്. അയാൾക്ക് നിരസിക്കത്തില്ല. എലിസബത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ബാലയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവർ ബാല ഒരു കൂടെ വന്ന് ജിം ഓണർ ഒരു സഞ്ചി തൂക്കിക്കൊണ്ടിരിപ്പില്ലേ, അതിനകത്ത് തോക്കുണ്ടെന്നുള്ളത് എലിസബത്തിന് അറിയാം. അത് ഇനി തോക്കും കൊണ്ട് ബാക്കി സ്റ്റോറിയും വണ്ടിക്കകത്തുള്ളത് എല്ലാം അവർക്കറിയാം. അപ്പൊ തോക്കുമായിട്ടാ വന്നെന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ആ തോക്ക് എടുത്തോണ്ട് മണ്ടയ്ക്ക് കയറിയിട്ട് വെറുതെ തോക്ക് പിടിച്ചോണ്ട് നിന്നിട്ടൊന്നുമില്ല. ആ തോക്ക് എടുത്തിട്ടുണ്ട്, മാക്കിന് നേരെ ചൂണ്ടിയിട്ടുണ്ട്. അത് മാക്കും ആറാട്ടനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആറാട്ടന് വെളിവൊന്നും ഇല്ലെന്നൊക്കെ പറയും, പക്ഷെ അയാള് എല്ലാം അങ്ങനെ വെളിവില്ലാത്ത ആരെയൊക്കെ ഓർമ്മയൊന്നും ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അതിന് പേടിക്കുമ്പോൾ മാറ്റി മാറ്റി പറയുന്നത്, അതിന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ആരാണ് പേടിച്ച് മാറ്റി പറയുക. അതുപോലെ അയാൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഓർമ്മക്കുറവുള്ളതായിട്ട് ഒരിടത്തും അയാൾക്ക് തോന്നിയിട്ടേ ഇല്ല.